നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ. സയന്റിഫിക് ഫാക്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വടക്ക് നോക്കി യന്ത്രങ്ങൾ പ്രവർത്തനരഹിതമാകുന്ന ഒരു കാലം വരുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. ശരിക്കും അങ്ങനെ ഒരു കാലം വരുമോ? വരും എന്നാണ് ഉത്തരം. ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. നമുക്കെല്ലാം അറിയാം, ഭൂമിക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് ക്രസ്റ്റ്, രണ്ടാമത്തെ ഭാഗമാണ് മാൻഡിൽ, മൂന്നാമത്തെ ഭാഗമാണ് കോർ. ഭൂമിയുടെ ഏറ്റവും ബാഹ്യമായ കവചത്തെ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ക്രസ്റ്റിനെ ഭൂമിയുടെ ആകെ വോളിയത്തിന്റെ 1% മാത്രമാണ് ക്രസ്റ്റ് ഉള്ളത്. ക്രസ്റ്റിനെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നും രണ്ടായി വിഭജിക്കാം. സമുദ്രത്തിനടിയിലാണ് ഓഷ്യാനിക് ക്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ തിക്നെസ് 5 മുതൽ 10 കിലോമീറ്റർ വരെയാണ്. ഡെൻസിറ്റി കൂടിയ ബസാൾട്ടിക് റോക്കുകളാണ് ഓഷ്യാനിക് ക്രസ്റ്റിൽ ഉള്ളത്. കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ തിക്നെസ് 80 കിലോമീറ്റർ വരെയാണ്. ഡെൻസിറ്റി കുറഞ്ഞ ഗ്രാനൈറ്റിക് റോക്കാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ ഉള്ളത്. ഭൂമിയുടെ മുഴുവൻ ക്രസ്റ്റും അപ്പർ മാൻഡിലിന്റെ അപ്പർ പാർട്ടും കൂടി ചേർന്ന ഭാഗത്തെ ലിതോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ലിതോസ്ഫിയർ പല പല പ്ലേറ്റുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ലിതോസ്ഫിയറിക് പ്ലേറ്റുകൾ അവയ്ക്ക് തൊട്ടു താഴെയുള്ള ആസ്തനോസ്ഫിയറിൽ പൊങ്ങിക്കിടക്കുന്നു. ആസ്തനോസ്ഫിയറിലുള്ള കൺവെക്ഷൻ കറന്റ് മൂലം ലിതോസ്ഫിയറിക് പ്ലേറ്റുകൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിഭാസത്തെ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് വിളിക്കുന്നു. പ്ലേറ്റ് ടെക്ടോണിക്സ് മൂലം ഡെൻസിറ്റി കൂടിയ ഓഷ്യാനിക് പ്ലേറ്റ് തുടർച്ചയായി കോണ്ടിനെന്റൽ പ്ലേറ്റിനടിയിലേക്ക് സാവധാനം താണു പോയിക്കൊണ്ടിരിക്കുന്നു. തുടർച്ചയായ ഈ നാശം മൂലം അഥവാ ഡിസ്ട്രക്ഷൻ മൂലം ഏറ്റവും പഴക്കം ചെന്ന ഓഷ്യാനിക് റോക്കിന്റെ പ്രായം 200 ദശലക്ഷം വർഷത്തിൽ കൂടത്തില്ല. എന്നാൽ ഏറ്റവും പഴക്കം ചെന്ന കോണ്ടിനെന്റൽ റോക്കിന്റെ പ്രായം 4 ബില്യൺ ഇയേഴ്സ് ആണ്. ഭൂമിയുടെ ക്രസ്റ്റിനും മാൻഡിലിനും ഇടയിലുള്ള ബൗണ്ടറിയെ മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി അഥവാ മോഹോ എന്ന് വിളിക്കുന്നു. ഓഷ്യാനിക് ക്രസ്റ്റിന് അടിയിൽ നിന്നും മോഹോയിലേക്കുള്ള ദൂരം 8 കിലോമീറ്റർ ആണ്. എന്നാൽ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് അടിയിൽ നിന്നും മോഹോയിലേക്കുള്ള ദൂരം 20 മുതൽ 32 കിലോമീറ്റർ വരെയാണ്. ഭൂമിയുടെ രണ്ടാമത്തെ ഭാഗമാണ് മാൻഡിൽ. ഇത് ഭൂമിയുടെ ആകെ വോളിയത്തിന്റെ 84% വരും. ഭൂമിയുടെ മാൻഡിലിനെ അപ്പർ മാൻഡിൽ നിന്നും ലോവർ മാൻഡിൽ നിന്നും രണ്ടായി വിഭജിക്കാം. ലിതോസ്ഫിയറിന്റെ താഴത്തെ ഭാഗവും ആസ്തനോസ്ഫിയറും കൂടി ചേർന്നതാണ് അപ്പർ മാൻഡിൽ. ആസ്തനോസ്ഫിയറിന്റെ തിക്നെസ് 180 കിലോമീറ്റർ ആണ്. ഇവിടുത്തെ താപനില 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ ആസ്തനോസ്ഫിയർ സെമി സോളിഡ് സ്റ്റേറ്റ് അഥവാ അർദ്ധ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ആസ്തനോസ്ഫിയറിനും ഔട്ടർ കോറിനും ഇടയിലുള്ള ഭാഗമാണ് ലോവർ മാൻഡിൽ. ലോവർ മാൻഡിൽ വളരെ ഉയർന്ന ടെമ്പറേച്ചർ നിലനിൽക്കുന്നു. എന്നിരുന്നാലും ലോവർ മാൻഡിലുള്ള ഹൈ പ്രഷർ മൂലം ഇവിടുത്തെ പാറകൾ ഉരുകാതെ ഖരാവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലത്തെ പാളിയാണ് കോർ. കോറിനെ ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും രണ്ടായി വിഭജിക്കാം. ഭൂമിയുടെ ആകെ വോളിയത്തിന്റെ 15% വരും കോർ. ഭൂമിയുടെ ആസ്തനോസ്ഫിയറിനും ഇന്നർ കോറിനും ഇടയിലുള്ള ഭാഗമാണ് ഔട്ടർ കോർ. ഔട്ടർ കോറിന്റെ തിക്നെസ് 2200 കിലോമീറ്റർ ആണ്. ഇവിടുത്തെ താപനില 4500 ഡിഗ്രി സെൽഷ്യസ് മുതൽ 5500 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതുകൊണ്ട് തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള അയണും നിക്കലുമാണ് ഔട്ടർ കോറിൽ കാണപ്പെടുന്നത്. ഭൂമിയുടെ ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിലുള്ള ബൗണ്ടറിയെ ലേമാൻ സീസ്മിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുന്നു. ഇന്നർ കോറിൽ ഖരാവസ്ഥയിലുള്ള അയൺ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ടെമ്പറേച്ചർ 5200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്രയും ഉയർന്ന താപനിലയിൽ ഇവിടുത്തെ അയൺ ഉരുകി ലിക്വിഡ് ആകേണ്ടതാണ്. എന്നാൽ ഭൂമിയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും കനത്ത പ്രഷർ ഇന്നർ കോറിലേക്ക് വരുന്നതിനാൽ ഇന്നർ കോർ ഖരാവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇന്നർ കോർ ഖരാവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ ആന്തരിക ഭാഗം സാവധാനം തണുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഔട്ടർ കോർ സാവധാനം തണുത്ത് ക്രിസ്റ്റലൈസ് ചെയ്ത് ഖരാവസ്ഥയിലുള്ള ഇന്നർ കോറായി മാറിക്കൊണ്ടിരിക്കുന്നു. വർഷത്തിൽ ഏകദേശം 1 മില്ലിമീറ്റർ എന്ന കണക്കിൽ ഇന്നർ കോർ വലുതായിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ
ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഔട്ടർ കോർ തണുത്ത് ക്രിസ്റ്റലൈസ് ചെയ്ത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഇന്നർ കോറായി മാറുമ്പോൾ പുറത്തുവിടുന്ന താപം മൂലം ഔട്ടർ കോറിൽ കൺവെക്ഷൻ കറണ്ട് ഉണ്ടാകുന്നു. ഈ കൺവെക്ഷൻ കറണ്ട് മൂലമാണ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. എന്നാൽ ഭൂമിയുടെ ഔട്ടർ കോർ മുഴുവനായും സാവധാനം ക്രിസ്റ്റലൈസ് ചെയ്ത് തണുത്ത് ഖരാവസ്ഥയിലുള്ള ഇന്നർ കോറായി മാറിക്കഴിയുമ്പോൾ ഈ കൺവെക്ഷൻ കറണ്ട് ഇല്ലാതാകുന്നു. തന്മൂലം എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഇല്ലാതാകുന്നു. നമുക്കെല്ലാം അറിയാം, വടക്ക് നോക്കി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണ്. ആയതിനാൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാകുന്നതോടുകൂടി വടക്ക് നോക്കി യന്ത്രങ്ങളും പ്രവർത്തിക്കാതാകും. എന്നാൽ ഇതൊന്നും ഉടനെ നടക്കില്ല. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.